പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈഫ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി തിരുവചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരണമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വചനങ്ങൾ, ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവും പകരുന്ന വചനങ്ങളായി തീരട്ടെ എന്ന് ഞാൻ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നു. സർവ മഹത്വത്തിന് യോഗ്യനായ ദൈവത്തിന്റെ പ്രവൃത്തിയും പ്രത്യാശയും വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി കാലത്തെ ചിന്ത നമുക്ക് യോഗ്യമായ പ്രതിഫലം തരുന്ന കർത്താവിനെ കുറിച്ചാണ് ഇന്ന് രാത്രി കാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് യോഗ്യമായ, നമുക്ക് അർഹതപ്പെട്ട പ്രതിഫലം, നമുക്ക് അർഹതപ്പെട്ട നന്മകൾ ആരും അപകരിച്ചു കൊണ്ടുപോകുവാൻ ഇടവരാതെ സ്വർഗം നമുക്ക് അർഹമായ നന്മകളെ നമ്മുടെ കരങ്ങളിൽ നൽകി തരുവാൻ തക്കവണ്ണമിടയായി തീരും. അത് നിന്റെ ജീവിതത്തിലെ ഏത് നന്മയാണെങ്കിലും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ നന്മ മുഴുവനും നഷ്ടപ്പെട്ടു പോയി, എൻ്റെ നന്മ ശത്രു അപകരിച്ചു, എനിക്ക് പ്രാപിക്കേണ്ട നന്മയായിരുന്നു, അത് കഴിഞ്ഞ നാളുകളിൽ എൻ്റെ കരങ്ങളിൽ വരേണ്ടതായിരുന്നു, എൻ്റെ ഭവനത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരു പക്ഷേ നാം ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ അർഹമായ അല്ലെങ്കിൽ അർഹതയുള്ള, നിനക്ക് അർഹതയുള്ള നന്മ ഒരു ശത്രുവും അതിനെ അപകരിച്ചു കളയാനോ അതിനെ തടഞ്ഞു വയ്ക്കുവാനോ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അവൻ ഏതു മേഖലയിൽ ആണെങ്കിലും ഒരുപക്ഷെ എന്ന് ചിന്തിച്ചേക്കാം, എൻ്റെ കയ്യിലുണ്ടായിരുന്ന നന്മകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ലഭിക്കേണ്ട നന്മകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി, എൻ്റെ പ്രതിഫലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോയി, ഞാൻ നാളിതുവരെ അധ്വാനിച്ചത് വെറുതെയായി പോയി, ഞാൻ ഇതുവരെ കൊടുത്തത്, ഞാൻ ഇതുവരെ വാങ്ങിയതൊക്കെ പരാജയപ്പെട്ടു പോയി എന്ന് നാം ചിന്തിക്കുമ്പോൾ സർവശക്തനായി ദൈവം വിളിച്ചു പറയുന്നു, നിനക്ക് അർഹതപ്പെട്ട നന്മ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അർഹതയുള്ളതിനെ മടക്കി തന്ന സർവശക്തനായ ദൈവം മാനിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62 അധ്യായം അതിന്റെ 11 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട് എന്ന സിയോൻ പുത്രിയോട് പറവിൻ എന്നിങ്ങനെ ഈ യഹോവ മരുഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. ആമേനോട് കാണാൻ കഴിയുന്ന ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ആമേൻ. നിനക്ക് അർഹതപ്പെട്ട നന്മകളെ നഷ്ടപ്പെടുത്തുവാൻ, അതിനെ നഷ്ടപ്പെടുത്തുന്നത് ആരാണെങ്കിലും സർവശക്തനായ ദൈവം പറയുന്നു, കൂലി അവന്റെ പക്കലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കെതിരെ പ്രവർത്തിക്കുന്നവനോട് ഇടപെടാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം, കൂലി അവന്റെ പക്കലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ പരാജയപ്പെടുത്തുന്നത് ആരാണോ, നിന്റെ നന്മയെ അപകരിച്ചു വെക്കുന്നത് ആരാണോ, അവരെ സന്ദർശിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം, നിനക്ക് അർഹതയുള്ളതിന് നിന്റെ മേൽ നൽകി തന്ന മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് രാത്രി കാലം നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നത്. അതിന്റെ 8 വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടാം, ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല, നീ അധ്വാനിച്ചുണ്ടാക്കി വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയുമില്ല എന്ന യഹോവ തന്റെ വലം കൈയും എന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. അവിടെ വ്യക്തമായി ദൂത് വിളിച്ച് പറയുന്നത്, ഞാനിനി നിന്റെ ധാന്യം ഒരു ശത്രുവിനും കൊടുക്കത്തില്ലെന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? നിന്റെ നന്മ അപകരിച്ചു കളയുവാൻ ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കുന്ന ദൈവമല്ല എന്ന് വ്യക്തമായി ഇവിടെ വെളിപ്പെടുത്തുക. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ രക്ഷ വരുന്നു, ദൈവം തന്റെ ജനത്തെ വിടുവിക്കാൻ വരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ആ വാക്യത്തോടനുബന്ധിച്ച് വായിക്കുന്നത്, നിന്നെ വിടുവിക്കുവാൻ സർവശക്തനായ ദൈവം അവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി. അടുത്ത് ഇങ്ങനെ ചിന്തിക്കുന്നു, ആമേൻ, ഇത് ഉടൻ സംഭവിക്കാനിരിക്കുന്ന യെരുശലേമിന്റെ പുനരുസ്ഥാപനത്തെയും അതേസമയം ഭാവിയിൽ വരാനിരിക്കുന്ന മശിഹായ യേശുക്രിസ്തുവിനെയും സൂചിപ്പിക്കുന്നതായി ക്രിസ്തു വ്യാഖ്യാനങ്ങൾ കാണുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവാത്മാവിന്റെ അത്ഭുതകരമായ ഒരു ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി സ്വർഗം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണമിടയായി തീരും.
ഒരു ശത്രുവ് നിന്റെ നന്മയെ അപഹരിച്ചു കളയുവാനോ മുടിച്ചു കളയുവാൻ അനുവദിക്കാതെ പ്രതിഫലം അവനോട് കൂടെ ഉണ്ട് എന്ന് ദൈവം തന്നെ വിശ്വസ്ത ജനങ്ങൾക്ക് അനുഗ്രഹവും പ്രതിഫലവും നൽകുമെന്ന് ആമേൻ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ചില ചിന്തകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആമേൻ നിന്റെ ധാന്യം, നീ സമ്പാദിച്ച നന്മ, നീ സ്വരൂപിച്ച ആമേൻ ഉണ്ടാക്കിയ ആമേൻ നന്മകൾ അത് ശത്രുവാകുന്ന അപകരിച്ചു കളയുവാനോ അതിനെ മുടിച്ചു കളയുവാനോ ദൈവം അനുവദിക്കാതെ നിനക്ക് അർഹതയുള്ളതിന്, നിനക്ക് അർഹമായതിന് ഒരു ശത്രുവും പരാജയപ്പെടുത്തി കളയുവാൻ അനുവദിക്കാതെ നാളുകൾ എത്രയായാലും, ആണ്ടുകൾ എത്ര കഴിഞ്ഞാലും, വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നിനക്ക് അർഹതയുള്ളതിന് ശത്രു അപകരിച്ചു കളയുവാൻ അനുവദിക്കാതെ അത് നിന്റെ കരങ്ങളിലേക്ക് ദൈവാത്മാവ് മടക്കി തരുവാൻ തക്കവണ്ണമിടയായി തീരും. അതുകൊണ്ട് സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, പ്രതിഫലം നൽകി തരുന്ന സർവശക്തനായ ദൈവം, പ്രത്യാശ നൽകി തരുന്ന സർവശക്തനായ ദൈവം, ആ ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്ത പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? എവിടെ പരാജയപ്പെട്ടോ, എവിടെ നഷ്ടപ്പെട്ടോ, എവിടെ തകർന്നു പോയോ, എവിടെ ചോർന്നു പോയോ, അതിന്റെ നടുവിൽ ദൈവത്തോട് നിലവിളിക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിന്നെ നഷ്ടപ്പെട്ട നന്മയെ മടക്കി തന്ന് നിനക്ക് അർഹതയുള്ള പ്രതിഫലത്തെ നിന്റെ കരങ്ങളിൽ നൽകി തന്ന സർവശക്തനായ ദൈവം നിന്നെ മാനിക്കുവാനിടയായി തീരും. ഭാരപ്പെട്ടു പോകേണ്ട, വ്യാകുലപ്പെട്ടു പോകേണ്ട. വിടുവിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തൊരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ ഹൃദയങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ഈ ചിന്തകളാൽ ഒടയ തമ്പുരാൻ നമ്മെ മാനിക്കുമാറാകട്ടെ. സ്തോത്രം.